അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ നുസൈബ ഇന്ന് ക്ലാസ്സിന് പോവുകയാണ്. അവൾക്ക് ഭയമുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, പഠിച്ചോനെ, ഉമ്മ രണ്ടു മക്കളെയും കൊണ്ട് അതെ ബുദ്ധിമുട്ടാവുമല്ലോ. ഷാമോൻ ഷോപ്പിൽ പോവാതെ ഇവിടെ നിൽക്കേണ്ടി വരും എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. മറ്റൊരു ഓപ്ഷൻ ഷാമോനും ഞാനും കുട്ടിയും മാറി താമസിക്കുക എന്നുള്ളതും. പക്ഷേ വേണ്ട, അതൊരിക്കലും. എന്നാൽ അതിനിടയിൽ അതാ അവളുടെ ഫ്രണ്ട്സുകൾ പറഞ്ഞ രീതിയിൽ കുഞ്ഞിനെ ഡേ കെയറിലാക്കിയിട്ട് അവൾ അവിടെ പഠനം പൂർത്തിയാക്കുക, എന്നിട്ട് ലീവ് കിട്ടുന്ന ദിവസം തിരിച്ചു വരിക എന്നൊക്കെയായിരുന്നു ഓരോ ഓപ്ഷൻസ്. പക്ഷേ അതൊന്നും ഒരിക്കൽ പോലും നടക്കില്ല എന്ന് തോന്നി. എന്ത് ചെയ്യും പഠിച്ചോനെ, എൻ്റെ പഠനം പൂർത്തിയാക്കാൻ എന്നുള്ള ചിന്തയിലായിരുന്നു അവൾ. പക്ഷേ ഐഷുമ്മ പറഞ്ഞു, പൊന്നു മോളെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, മോളെ ഞാൻ നോക്കിക്കൊണ്ട്. അതിനെന്താ, മോനെ ഞാൻ നോക്കിക്കൊണ്ട്, അതിനൊന്നും ഒരു പ്രശ്നമില്ല. എത്ര ഉമ്മമാരുണ്ട് ഇരട്ട കുട്ടികളെ നോക്കുന്നത്, അതുപോലെ ഇങ്ങ് കരുതിയാൽ പോലെ. എന്നാൽ പെട്ടെന്ന് നുസൈബ പറഞ്ഞു, അല്ലോ ഉമ്മ, അതൊന്നും നടക്കില്ല. പഠിച്ചോനെ, ഒരു കുട്ടിയെ തന്നെ നോക്കാൻ കഴിയില്ല, എന്നിട്ടല്ലേ രണ്ടെണ്ണം ഒരുപോലെ ചെറുത്. മോളെ, ആ ഒന്നും സാരല്ലേ, എന്നാലും കൂടെ എൻ്റെ കുട്ടി പഠിച്ചൊരു ഡോക്ടറാണ്, അത് ഉമ്മാൻ്റെ ആഗ്രഹമാണ്. ഉമ്മാൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തരണം കേട്ടോ. അതെ, ഐഷമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. പഠിച്ചോനെ, എല്ലായിടത്തും എല്ലാ അമ്മായിമ്മമാരും കുട്ടിനിട്ടും ജോലിക്കും പോണ്ട പഠിക്കാനും പോണ്ട, അതങ്ങ് ശീലാവും, എന്നെക്കൊണ്ട് കഴിയില്ല കുട്ടീനെ നോക്കാൻ, അങ്ങനെയായിരിക്കും പല ഉമ്മമാരും പറയുക. പക്ഷേ ഐഷമ്മ പറയുന്നത് കേട്ടിട്ട് ശരിക്കും അവൾക്ക് അത്ഭുതമാണ് തോന്നിയത്. റബ്ബേ, സ്നേഹനിധിയായ ഉമ്മ, പഠിച്ചോനെ, ഇവരൊക്കെ എത്ര സ്നേഹിച്ചാലും മതിയാവില്ല. മോളെ ഐഷുമ്മ വിളിച്ചു. എന്ത് ഉമ്മ? മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, പോയിക്കോട്ടോ. കണ്ടില്ലേ, എനിക്കതൊന്നും വിഷയമല്ല മോളെ, അതിനിപ്പോൾ എന്താ, ഞാനും ചെറിയ മക്കളെ പോറ്റി തന്നെയല്ലേ, ഈ പൊയ്ക്ക മോളെ. നുസൈബക്ക് ആകെപ്പാട് ടെൻഷൻ. ഉമ്മ, എന്ന കുഞ്ഞിനെ ഞാൻ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത്, അവിടെ ആകുമ്പോൾ ഇപ്പം അനിയത്തിമാരൊക്കെ ഉണ്ടാവുമല്ലോ. എൻ്റെ പൊന്നാര കുട്ടിയെ, അതിനൊന്നും ഉമ്മ അത്ര കിടപ്പിലൊന്നല്ലല്ലോ. ഉമ്മാക്ക് ഇപ്പം അൽഹംദുലില്ലാ പഠിച്ചോൻ്റെ ഞാമത്ത് കൊണ്ട് എല്ലാത്തിനും വയ്ക്കും, പരീത്ത പണിയെടുക്കാനും വയ്ക്കും. ഇതിൻ്റെ അടിയിൽ തീരെ വയ്യേനും. അതൊന്നാമത് നമ്മളെ മനസ്സിന് അസുഖം തോന്നുമ്പോൾ കൂടുമ്പോൾ ശരീരത്തിനും തോന്നും. അന്ന് തീരെ വയ്യേനും മോളെ. ഇതൊക്കെ പാടെ ആലോചിച്ചിട്ട് ഇപ്പം അൽഹംദുലില്ലാ റാഹത്താണ് മോളെ, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു വിഷമം അങ്ങനെ ഉണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഇൻഷാ അല്ലാഹ് റെഡിയാക്കി വന്നോളൂ പഠിച്ചോനെ. എന്നാൽ അത് കേട്ടുകൊണ്ട് മിസ്രി അങ്ങോട്ട് വന്നു. ഉമ്മ, എന്താ പറയുന്നത്? അല്ലേ, മോൾക്ക് ക്ലാസ്സിന് പോകാൻ. അതിനെന്താ ഇത്ത, നിങ്ങൾ പോയിക്കോളൂ, ഞാനുണ്ടല്ലോ ഇവിടെ. മക്കളെ രണ്ടുപേരെയും ഞാൻ നോക്കിക്കൊണ്ട് കേട്ടോ, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ശരിക്കും അതാ മിസ്രിയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം ഐഷമ്മയുടെ മനസ്സൊന്ന് തണുത്തു. മോളപ്പം എന്നും കിട്ടൂരല്ലേ ഞങ്ങൾക്ക്. മോള് പോയി കഴിഞ്ഞാൽ. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം ഉമ്മ? എനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാനൊക്കെ നല്ല താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ പുത്തൻ വീട് തറവാട്ടിലെത്തിയപ്പോൾ എനിക്ക് തോന്നണേ, എനിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്നോളാന്ന്. മോളെ, നീ എന്തീ പറയുന്നത്? അതെ ഉമ്മ, ഞാൻ ഇവിടെ നിന്നോളാം, ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, കുട്ടികളുടെ നോക്കിക്കോളാം. തൽക്കാലം ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ജോലിക്കൊക്കെ ഇൻ്റർവ്യൂക്കൊക്കെ പോയി ജോയിൻ ആയിക്കോളാം. അല്ലാതെ എനിക്ക് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ഇട്ടെറിഞ്ഞ് പോകാനും എനിക്ക് ആരുമില്ലല്ലോ മാ. എനിക്ക് എങ്ങോട്ടും പോകാനും ഇല്ലല്ലോ, എനിക്ക് ഇങ്ങോട്ട് തന്നെ വരാനുള്ളത്. നുസിത്തയുടെ പഠനം കഴിയട്ടെ, അതുവരേക്കും ഞാനിവിടെ നിന്നോളാം, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട്. എന്താ, കുഞ്ഞുങ്ങളെ നോക്കാനും ഉമ്മനെ നോക്കാനൊക്കെ ഞാൻ പോരെ? വീട്ടിലെ ജോലികൾ അതും ചെയ്യാം. എന്താ? ശരിക്കും മിസ്രിയുടെ ആ ഒരു വാക്കുകൾ കേട്ട ഐഷുമ്മ ഒന്ന് ഞെട്ടി. അല്ല മോളെ, എൻ്റെ കുട്ടി ഇതുവരെ പഠിച്ചുണ്ടാക്കിയ ഡിഗ്രിയും കാര്യങ്ങളും അതൊക്കെ മറക്കൂലേ? ഹേയ് ഇല്ലുമ്മ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഇതാ കണ്ടില്ലേ, എൻ്റെ ബാഗിലെല്ലാം ഭദ്രമാണ്. ഇത് മതി ഉമ്മ, ഇത് മതി, എവിടെയാണെങ്കിലും എനിക്ക് ജോലിയിൽ പ്രവേശിക്കാം. എല്ലാ സർട്ടിഫിക്കറ്റും ഇതിലുണ്ട്. മോള് പറഞ്ഞത് വേണ്ട മോളെ, മോളുടെ ആഗ്രഹം ഒന്നും പാതി വഴി ഉപേക്ഷിച്ച് ഒന്നിനും നിൽക്കണ്ട. ഉമ്മ, എൻ്റെ ആഗ്രഹം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. ഞാൻ എൻ്റെത് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി എനിക്ക് പഠിപ്പിക്കാനേ ഉള്ളൂ. പഠിപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാനേ ഉള്ളൂ. അല്ലാതെ ഇനി എനിക്കൊരു പഠനത്തിൻ്റെ കാര്യം കംപ്ലീറ്റ് ചെയ്യാനുള്ള, ഞാൻ ആഗ്രഹിച്ചത് ഡിഗ്രിയൊക്കെ നേടിയെടുത്തിട്ടുണ്ട്.
എൻ്റെ പൊന്നുമോളെ, വല്ലാത്തൊരു ഇടങ്ങാറ് അത് കേട്ടപ്പോൾ. എന്തോ ഉമ്മ ടെൻഷൻ ആകേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ സത്യമാണ് ഉമ്മ പറയുന്നത് കേട്ടോ. നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്നാൽ നുസൈബ പറഞ്ഞു, മോളെ മിസ്രി, നീ പറഞ്ഞതൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ മോളെ, ഒരിക്കൽ പോലും നിന്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും തടയിടുന്നത് ശരിയല്ലല്ലോ മോളെ. എൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് മോളുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് ശരിയല്ല മോളെ. എൻ്റെ ഇത്ത എൻ്റെ പാതി വഴിയിൽ ഞാൻ ഉപേക്ഷിച്ചില്ലല്ലോ, എൻ്റെ കംപ്ലീറ്റഡ് ആണ്. കണ്ടില്ലേ, എൻ്റെ ഇത്താക്കറിയില്ലേ സർട്ടിഫിക്കറ്റ് ഒക്കെ, ഒന്ന് നോക്കിക്കേ, ഇതാ. അവൾ അതെല്ലാം കാണിച്ചു കൊടുത്തു. മാഷാ അല്ലാ, മോള് ഫുള്ള് പാസറും ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ആണല്ലോ മോളെ. എന്നിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് വീട്ടിൽ വെച്ച് നിൽക്കാനാണോ നീ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത്? അല്ല ഇത്ത, അതിനേക്കാൾ ഉപരി എനിക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കി നിങ്ങളൊരു ഡോക്ടറായി കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. എനിക്ക് ഇനിയും ജോലിയൊക്കെ ചെയ്യാലോ. എൻ്റെ ഇത്തയുടെ പഠനം പൂർത്തിയാക്കിയിട്ടില്ലല്ലോ, അത് കംപ്ലീറ്റ് ആയെങ്കിലല്ലേ. അതിനിടയ്ക്ക് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വേണ്ട മോളെ. എൻ്റെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചാലും നിൻ്റെ സ്വപ്നങ്ങളുടെ ചിറകൊടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ പൊന്നിത്ത, ഞാൻ കംപ്ലീറ്റഡ് ആണ്. അതുപോലെ എൻ്റെ ഇത്തയും കംപ്ലീറ്റ് ആകണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം മക്കളെയും ഉമ്മയെയും വീടും ഒക്കെ. ഒന്നും വിഷയമാക്കണം, എനിക്ക് ആരും ഇല്ലല്ലോ. എനിക്ക് എൻ്റെ ഇക്കാക്ക മാത്രമല്ലേ ഉള്ളൂ. ഉമ്മയും ഉപ്പയും സഹോദരങ്ങളായിട്ട് എൻ്റെ ഇക്കാക്ക മാത്രം, വേറെ ആരും ഇല്ലല്ലോ. എന്താ എനിക്ക് എൻ്റെ ആഗ്രഹം അതാണ്. ഇവിടെ ഈ ഒരു വർഷമെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയി നിൽക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാ അടുത്ത വർഷം മുതലൊക്കെ ജോലിക്ക് വേണമെങ്കിൽ നോക്കാം. അതും നിർബന്ധമുണ്ടെങ്കിൽ മതി മോളെ. അല്ലെങ്കിൽ എത്താ, ഞാനൊരു ഓപ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് മക്കൾക്ക് ഖുർആനൊക്കെ പഠിപ്പിച്ച് കൊടുക്കുക. അതാകുമ്പോഴേ പുറത്ത് പോവും വേണ്ടല്ലോ. സത്യം പറയാലോ ഇത്താ, എനിക്ക് പുറത്ത് പോയി പഠിപ്പിക്കാൻ പോകണമെന്നൊന്നും എനിക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല. രാവിലെ ഒരുങ്ങി കെട്ടി പോകണം, പിന്നെ പഠനം കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചെത്തുക. സത്യം പറഞ്ഞാലേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം വീടിനകത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യുന്നതാണ്. വീടിനകത്ത് നിന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതായത് ഒരുപാട് നമ്മുടെ പ്രവാസികളായ ആളുകൾ, എനിക്കൊരുപാട് എൻക്വയറീസ് വന്നിരുന്നു. പ്രവാസികളായ കുട്ടികൾ ഉണ്ടാകും, അവർ പുറത്തു പോയി പഠിക്കാനൊക്കെ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കഴിയില്ലായിരിക്കും. പ്രത്യേകിച്ച് മതപഠനം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപാട് ഗ്രേസ് വാലി പോലുള്ള അങ്ങനെ ഒരുപാട് സ്കൂളുകൾ അവിടെയുണ്ട്. പക്ഷെ മതപഠനത്തിന് അവിടെ ഒരു സ്കോപ്പ് കുറവാണ് പൊതുവേ. അങ്ങനെ ആകുമ്പോൾ അത് ഞാൻ വീട്ടിൽ നിന്ന് അവർക്കുള്ള ക്ലാസ് എടുത്തോളാം. അങ്ങനെയൊക്കെ ടൈം ഉച്ചന് ശേഷമൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ ചിലപ്പോൾ രാത്രി ആയിരിക്കും. അപ്പോഴും നുസിയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജോബ് തുടർന്നോളാം. ശരിക്കും അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട നുസൈബക്ക് വല്ലാത്തൊരു സങ്കടമാണ് വന്നത്. റബ്ബേ, സ്വന്തം അനിയത്തിമാർ വരെ ഇത്രമാത്രം റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. പക്ഷെ ഈ കുട്ടിയുടെ മനസ്സിൽ എന്താ? മോളെ സത്യം പറയട്ടെ, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒരാളും ചിന്തിക്കൂരല്ലോ. എല്ലാവരും അവനാൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്ന ഈ ഒരു കാലത്ത് എന്താ മോളെ നീ എനിക്ക് വേണ്ടിയൊക്കെ ഇത്രമാത്രം? ഇത്ത, സത്യം പറയാലോ, എനിക്ക് ആരുമില്ല. എനിക്ക് എൻ്റെ ഇത്താത്തിയായിട്ടും ഉമ്മയായിട്ടും ഇക്കാക്കിയായിട്ടൊക്കെ നിങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഈ ബന്ധം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതാണ് എനിക്ക് ആഗ്രഹം, മറ്റൊന്നും ആഗ്രഹിച്ചിട്ടല്ല. അതെ, നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുമ്പിൽ എനിക്ക് എന്ത് നിങ്ങൾക്ക് പകരം തരണമെന്ന് എനിക്ക് അറിയുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ ഖബറിലാണ്, ആരുമില്ല. എനിക്ക് എൻ്റെ ഇക്കാക്ക മാത്രമേ ഉള്ളൂ. ഇക്കാക്കയാണെങ്കിൽ പാവാണ്. ഇക്കാക്കാരുടെ അടുത്ത് ജീവിക്കാനാണെങ്കിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുമാണ്. അതുമാത്രമല്ല, എൻ്റെ ഇക്കാക്ക പള്ളിയിലല്ല താമസിക്കുന്നത്. എന്നും പള്ളിയിൽ അവിടെ ഒരു പെണ്ണ് താമസിക്കുക എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഉമ്മയുടെയും നുസൈബയുടെയും കണ്ണുകൾ നിറഞ്ഞു. മോളെ നീ കരയല്ലേ മോളെ, ഒരിക്കലും നീ കരയല്ല മോളെ. നിനക്ക് ഇവിടെ നിൽക്കാലോ, എത്ര വേണമെങ്കിലും നിൽക്കാം. എന്നാൽ ഐഷുമ്മയും പറഞ്ഞു, അല്ല മോളെ, എൻ്റെ കുട്ടി എന്തിനാ കരയണത്? മോൾക്ക് ഉള്ളതല്ലേ ഇവിടെ. ഇവിടെ മോൾക്ക് ഉമ്മ ഉണ്ട്, മോൾക്ക് ഇക്കാക്കയുണ്ട്, ഇത്താത്തയുണ്ട്, മക്കളെല്ലാവരും ഉണ്ട്. മോൾക്കൊരു വലിയ കുടുംബം തന്നെ ഇവിടെ ഉണ്ട്. മോളൊരിക്കലും വിഷമിക്കല്ലേ. എന്താ ഇങ്ങനെ? ഉമ്മ, ഞാനിവിടെ നിന്നോട്ടെ കുറച്ചുകൂടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ആരുമില്ല ഉമ്മ. ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടതാണ്. എല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ നിൽക്കും. കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ ഇക്കാക്കയെ വിളിച്ചു നോക്കുമ്പോൾ ഇക്കാക്ക പള്ളിയിലായിരിക്കും.
എന്നോട് പറയും മോള് പോര് 2 ദിവസം പള്ളിക്കകത്ത് നിൽക്കാൻ, ഇവിടെ റൂമുണ്ട്, ഞാൻ കിടക്കുന്ന റൂം എൻ്റെ മോൾക്ക് ഒഴിച്ചിട്ട് തരാം. പക്ഷെ അതൊക്കെ ആരെങ്കിലുമൊക്കെ അറിയുമ്പോൾ ഒരു മോശമല്ലേ എന്ന് കരുതിയിട്ട് അതിൽ നിന്നെല്ലാം ഞാൻ പിന്മാറിയിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ വാർഡൻ ചോദിക്കും പോരണോ എൻ്റെ വീട്ടിലേക്ക് എന്ന്. എന്നാൽ ആരാരുമില്ലാത്ത മക്കൾ താമസിക്കുന്ന അതിൽ 1-2 മക്കൾ ബാക്കിയുണ്ടാവും. അവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവരെയും ആരെങ്കിലും കൊണ്ടുപോകും. പിന്നീട് തനിച്ചായിരിക്കും എൻ്റെ ജീവിതം. ഉമ്മ, അതിൽ നിന്നൊക്കെ മോചനം എനിക്ക് കിട്ടിയ പോലെയാണ് ഇവിടുന്ന്. അതുകൊണ്ട് ഉമ്മ, ഞാനിവിടെ നിന്നോട്ടെ. ശരിക്കും അതാ അവളുടെ ആ വാക്കുകൾ കേട്ട് ഐഷുമ്മ കരഞ്ഞു പോയി. പൊന്നു മോളെ, ഇങ്ങനെ പറയല്ല മോളെ, എനിക്ക് എൻ്റെ ഷാമോൻ എൻ്റെ ചെറിയ പെങ്ങളുട്ടി ഉണ്ടായതേ പോരാണ്. സത്യമായിട്ടും പൊന്നു മോളെ, ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെ? മോളിവിടെ നിന്നോ? അല്ലാ, മോളിവിടെ നിന്നോണ്ട് മോളെ എന്തൊരു സുഖം എനിക്കെന്നോ. കാരണം ഉമ്മ, അത് ഞാനിവിടെ നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ട് രീതിയിൽ നിൽക്കണ്ടേ ഉമ്മ. പ്രതിഫലം ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. നിങ്ങൾക്ക് എന്ത് തരണമെന്ന് എനിക്കറിയുന്നില്ല. എനിക്കിവിടെ ഒരു ഇടം നൽകിയതിന് പകരമായിട്ട് നിങ്ങൾക്ക് എത്ര ഞാൻ ക്യാഷ് തന്നാലും മതിയാവില്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് എങ്ങനെ എന്തൊക്കെ തരണമെന്നൊന്നും എനിക്കറിയുന്നില്ല. പകരമായിട്ട് ഞാൻ വീട്ടിലെ ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്തോളാം. സത്യമായിട്ടും മോളെ, ആ രീതിയിൽ മോള് ചെയ്യണ്ട. ഇവിടെ നിൽക്കണ ഫലമായിട്ടെന്ന് മോളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരിക്കലും മോളെ നിർബന്ധിക്കുന്നില്ല. അന്ന് തന്നെ ഫസീലാൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞേക്കാൻ കാരണം എന്താ, ഈ ഇവിടെ നിൽക്കാതെ ജോലി ചെയ്യണോണ്ട് ഉമ്മ. അല്ലാതെ ഞാൻ എന്ത് പ്രതിഫലം തരും നിങ്ങൾക്ക്? മോളെ, ഒരിക്കൽ പോലും പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല മോളെന്താ ഇങ്ങനെയൊക്കെ? എന്നാൽ പെട്ടെന്ന് വാഫി ഉസ്താദ് അങ്ങോട്ട് കയറി വന്നു ഷമ്മാസിൻ്റെ കൂടെ. ഉമ്മ, ആ മോനെ. ആ പിന്നെ വാഫി ഉസ്താദ് വന്നിട്ടുണ്ട്. ഓ പഠിച്ചോനെ, അല്ല മിസ്രി, വാഫി ഉസ്താദ് വിളിച്ചു. ആ ഇക്ക. ആ മിസ്രി ഇവിടെ വന്നേ. അതായത് അതെ, ഒരു കോളേജിലേക്ക് നിന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് മിസ്രി അത് കേട്ട് ഞെട്ടി. അതെ, ഒന്നുമല്ല, എൻ്റെ ഒരു സ്നേഹിതണ്ട്. അവൻ്റെ ഒരു പാർട്ട്ണറായിട്ട് നടത്തുന്ന കോളേജാണ്. പിന്നെ നിൻ്റെ പെങ്ങളെ കിട്ടുമെന്ന് ചോദിച്ചു. പിന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ നിന്നോട് പറയുന്നില്ല. എന്താ, നമുക്ക് പോയല്ലോ. എന്നാൽ അത് കേട്ട മിസ്രി ഒന്ന് ഞെട്ടി. ഇക്കാക്ക, അത് എന്താ മോളെ, നീ ഇത്രയൊക്കെ പഠിച്ചതല്ലേ? പഠിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി നോക്കട്ടോ. അവൻ വിളിക്കുന്നുണ്ട്. പിന്നെ അവന് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്. നല്ല ചെക്കനാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ ദീനിയായിട്ടും ആത്മീയപരമായിട്ടും ഭൗതികമായിട്ടുള്ള പഠനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, അവന് ഒരു എൻജിനീയറുമാണ്. പിന്നെ ഇതുകൊണ്ട് സ്കൂളിലൊക്കെ അവൻ്റെ പാർട്ണർഷിപ്പിലാണ് വരുന്നത്. കുഴപ്പമില്ലാത്ത സാമ്പത്തികമൊക്കെ ഉള്ള. അപ്പോൾ എനിക്കൊരു ടെൻഷന്. കാരണം എനിക്ക് എൻ്റെ ഞങ്ങൾക്കൊന്നുമില്ലാത്തവർ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളെയൊക്കെ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും പെങ്ങളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ട മിസ്രി, ഇക്ക എന്താടേ അതിപ്പോൾ തൽക്കാലം എന്താ മോളെ, ഇത്രയും നല്ലൊരു ബന്ധം വന്നിട്ടും നിനക്ക് ആ കോളേജിൽ നല്ല സാലറിയോട് കൂടിയ ടീച്ചിങ് ആണ് നിനക്ക് ലഭിക്കുക. അതായത് നിനക്ക് നല്ലൊരു ജോബ്. പോരാത്തതിന് അദ്ദേഹം നിന്നെ കണ്ടിട്ടില്ല, പക്ഷേ നിന്നെക്കുറിച്ച് ഇവിടെ അന്വേഷിച്ചിരുന്നു തോന്നുന്നുണ്ട്. അവിടുന്ന് അന്വേഷണം ഇങ്ങോട്ട് എത്തിയതാണെന്ന് തോന്നുന്നു. പിന്നെ എന്തൊക്കെ തന്നെയായാലും കോഴ്സ് കഴിഞ്ഞിട്ട് എന്നോട് വിവാഹം ആലോചിക്കുക എന്നുള്ള രീതിയിലായിരിക്കും. എന്താ മോളെ ഞാൻ പറയേണ്ടത്? മോള് പറ. പെട്ടെന്ന് അവളുടെ മുഖമാകെ മിന്നി മറഞ്ഞു. എന്താടി നിന്റെ മുഖത്ത് വല്ലാതെ? ഇക്കാക്ക, ഇപ്പം ഞാൻ അതൊന്നും ചിന്തിച്ചിട്ടില്ല, വിവാഹത്തിനെ കുറിച്ചും അങ്ങനെയൊന്നും. അല്ല, അതിനെന്താ പെണ്ണെ, നല്ല കുഴപ്പമില്ലാത്ത ടീമാണ്. പിന്നെ ഇക്കാക്കയുടെ ഉത്തരവാദിത്വം അങ്ങ് നടത്തണ്ടേ? ഇക്കാക്ക, ഞാൻ നിങ്ങൾക്കൊരു ഭാരമായോ? ഇല്ല പെണ്ണെ. ആര് പറഞ്ഞു ഭാരോ? എൻ്റെ കുട്ടി എൻ്റെ കൂടെ നിന്നിട്ടില്ലല്ലോ. അല്ല പെണ്ണെ, എൻ്റെ പൊന്നു മോൾക്ക് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഇക്കാക്കൊക്കെ സമാധാനത്തോടെ കൂടെ ഒന്ന് കണ്ണടക്കാലോ. കാരണം എനിക്കിപ്പോൾ ഉറങ്ങുമ്പോഴും ഉണർന്നാലൊക്കെ നിൻ്റെ ചിന്തയാണ് പെണ്ണെ. അതെ, വിവാഹപ്രായമെത്തി നിൽക്കുകയാണ് നിന്നെ ഒരുത്തൻ്റെ കൈകളിൽ ഏൽപ്പിക്കാതെ എനിക്ക് സമാധാനമില്ലല്ലോ. എന്താ, നിനക്ക് ആ കോളേജിൽ നല്ലൊരു ഡ്യൂട്ടിയും ഉണ്ട്,
നിനക്ക് അതായത് ടീച്ചിങ്ങിന് താല്പര്യമെങ്കിൽ അവിടെ മാനേജർ പോസ്റ്റിലേക്ക് വരെ നിന്നെ എടുക്കാം എന്നുള്ള ഇതൊക്കെയുണ്ട്. എന്താ മോള് പറയേണ്ടത്? പിന്നെ ഇൻ്റർനാഷണൽ സ്കൂളാണ്, വലിയ ഒരുപാട് വിദേശത്തുള്ള കുട്ടികളൊക്കെ വന്ന് പഠിക്കുന്ന സ്കൂളാണ്. അത്യാവശ്യം ഇംഗ്ലീഷും അറബിയും ഒക്കെ എല്ലാം നല്ല രീതിയിൽ ഷെയിലുള്ള പെൺകുട്ടി ആയിരിക്കണം എന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ പെണ്ണിന് അതൊക്കെ അറിയാലോ അല്ലേ, എൻ്റെ പെങ്ങൾക്ക്. ഇക്ക അതൊക്കെ ശരിയാണ്, പക്ഷേ എന്താ നിനക്കെന്താ ഇവിടെ നിന്നിട്ട് പോരാൻ തോന്നുന്നില്ലേ? എന്തായാലും പെട്ടെന്ന് റീപ്ലൈ താട്ടോ. അപ്പോഴേക്കും അതാ ഷമ്മാസ് ചായയുമായി വന്നു. ഇത് സ്ഥത കുടിക്കേ. അല്ല ഇതൊന്നും വേണ്ടില്ല, കുറച്ച് മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്പം കുറച്ച് മതി കേട്ടോ, അപ്പോൾ ചൂടല്ലേ. ഇതാ വെള്ളം കുടിച്ചു കൊടുന്ന എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം മതി. മാഷാ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ എന്താ പെങ്ങളുമായിട്ട് നല്ല ചർച്ചയായിരുന്നല്ലോ. അതൊക്കെയുണ്ട് ഷാമോൻ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയാം അത് കേട്ടോ. എന്താന്ന് വെച്ചാൽ എല്ലാം പറയാം. ഇനി അവളോട് കാര്യങ്ങൾ തൽക്കാലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഒന്നുമല്ല, അവളൊരു കോളേജിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവിടെ നല്ലൊരു പോസ്റ്റ് അവൾക്ക് കൊടുക്കാം. അത് മാത്രമല്ല അതിൻ്റെ പാർട്ട്ണറായിട്ടുള്ളത് എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയാണ്. എന്ന് വെച്ചാൽ കൂടുതലായിട്ടില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ചോദിച്ചറിഞ്ഞ കൂട്ടുകാരനായി. എന്നാലും ജസ്റ്റ് കണ്ടും ചെയ്തിരുന്നു. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോബും കാര്യങ്ങളും, എൻജിനീയറും ആണ്. പോരാത്തതിന് അവിടെ ടീച്ചിങ്ങും എല്ലാം ഉള്ള ഒരാളാണ്. പാർട്ട്ണറായിട്ട് അവരെ കോളേജ് തന്നെയാണ് ഉള്ളത്. ജെയ്ത്തൂൻ ഇൻ്റർനാഷണൽ സ്കൂൾ പോലുള്ള അങ്ങനത്തെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ്. വിദേശത്തെ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത്. അതിലാണ് അദ്ദേഹം പാർട്ട്ണറായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പെങ്ങളിങ്ങനെ വിവാഹപ്രായമായി നിൽക്കുമ്പോഴേ നമുക്കൊരു ഇടങ്ങാറാണല്ലോ. ഒന്നുമല്ല, അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി. കാരണം മറ്റേത് എന്താ ഏതാന്നുള്ള. എന്നാൽ ഷമ്മാസിനും അത് കേട്ടപ്പോൾ അവൻ പറഞ്ഞു, അതിനൊക്കെ ആയോ, ഒന്ന് അവൾ ഫ്രീ ആയിക്കോട്ടെ, ഇപ്പോൾ തന്നെ നിക്കാഹ് ഒക്കെ വേണോ? അങ്ങനെയല്ല, അവള് അവിടെ ജോയിൻ ആയിക്കോട്ടെ, എന്നിട്ട് അതിനിടയ്ക്ക് നിക്കാഹ് കഴിയുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എന്താ? എന്നാൽ ഷമ്മാസ് അതിന് കുറച്ചുകൂടെ പഠിക്കട്ടെ. ഇപ്പം നുസി കണ്ടില്ലേ, എൻ്റെ വൈഫ് നുസൈബ, അവൾ തന്നെ ഇപ്പോൾ എന്തായി, ഞാനവൾ കല്യാണം കഴിക്കാൻ കഴിച്ചു. +2 കഴിഞ്ഞ് ഉടനെ തന്നെ കല്യാണം കഴിച്ചു. പിന്നീട് അവൾ എൻട്രൻസ് ചെയ്തപ്പോൾ നല്ല റാങ്കുകാരി, MBBS ചേർത്തു. ഇപ്പോൾ ദാ കുഞ്ഞിനെ ഇട്ട് പോകേണ്ട അവസ്ഥയാണ്. അതാണ് വിവാഹത്തിൻ്റെ മുമ്പ് പഠനം തീർത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ല. അതല്ല, വിവാഹം കഴിഞ്ഞിട്ട് പഠിക്കുകയാണെങ്കിൽ കുഞ്ഞൊക്കെ പെട്ടെന്നാവും. 1 വർഷത്തിനുള്ളിൽ തന്നെ എനിക്കൊക്കെ കുഞ്ഞായി. 10 മാസമായപ്പോൾ തന്നെ അവൾ പ്രസവിച്ചു. പക്ഷേ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാലേ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, അല്ല ഷാമോനെ അവരുടെ കോഴ്സ് കഴിഞ്ഞതാണല്ലോ. അതൊക്കെ ശരി തന്നെയാണ്. ഒന്ന് എൻജോയ്മെൻറ്റ് ഒറ്റയ്ക്ക് ചെയ്തോട്ടെ. അതായത് ഒരു ഫ്രീ ആയിട്ടൊന്ന് പൊയ്ക്കോട്ടെ. എന്തായാലും ഭർത്താക്കന്മാരാകുമ്പോൾ അതിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടാവുമല്ലോ. എനിക്കിപ്പോൾ നുസൈബയുടെ കാര്യത്തിൽ കൺട്രോളാണ്. അവൾ എങ്ങോട്ട് പോകണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അതിനനുസരിച്ച് അവൾ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അവളെ കുട്ടിത്തെ വിടാത്ത പോലെയാണ് അവളുടെ സംസാരം കാട്ടിക്കൂട്ടിലും കാണുമ്പോഴേ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. എന്നാൽ ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ട് വാഫി ഉസ്താദ് പറഞ്ഞു, എൻ്റെ ഷാമോനെ, അത് എന്തായാലും ഞാൻ ആലോചിച്ച് നോക്കട്ടെ. ഇനിയും അവർ വിളിക്കാമെന്ന് പറഞ്ഞിരിക്കണം. അങ്ങോട്ട് എന്തായാലും വിവരം കിട്ടിയിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്ന കൺഫ്യൂഷനായി നിൽക്കുകയാണ്. പിന്നെ ഞാനിന്ന് കോയമ്പത്തൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്നോ? അതെ, ഇന്ന് 9 മണിക്ക് ഞാൻ പോവുകയാണ്. അതായത് എനിക്കവിടെ പള്ളിയിൽ ആൾ പോവുകയാണ് നാളെ എന്ന് പറഞ്ഞു. അപ്പോൾ സുബൈന് മുമ്പായിട്ട് എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഇൻഷാല്ലാ എത്താം എന്നൊക്കെ പറഞ്ഞ്. വാഫിസ്താദേ, നിങ്ങൾ വന്നിട്ട് സത്യം പറഞ്ഞ് നല്ലൊരു സന്തോഷമായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് പോവുകയാണോ? എന്തപ്പോൾ ഇങ്ങനെയൊക്കെ? അല്ല, ഞാൻ ഒരാളെ ഏൽപ്പിച്ചതല്ലേ. എന്നാലും അൽഹംദുലില്ലാ 3-4 ദിവസമൊക്കെ ഞാൻ ഇവിടെ നിന്നില്ലേ, ഇവിടെയൊക്കെ കണ്ടു, നിങ്ങളൊക്കെ പരിചയപ്പെട്ടൊക്കെ വലിയ സന്തോഷം തന്നെയല്ലേ. തൽക്കാലം എൻ്റെ പെങ്ങൾ കുറച്ച് ദിവസം കൂടെ ഇവിടെ അങ്ങ് നിൽക്കട്ടെ. എന്നിട്ടിപ്പോൾ അവർ വിളിക്കുമ്പോൾ ഞങ്ങൾ പോയിക്കോളാം. ഞങ്ങൾ പെട്ടെന്ന് കോളേജിലേക്ക് പോയിക്കോളാം. അവൾ കോളേജിൽ പോയാൽ പിന്നെ അവളുടെ നിക്കാഹ് അങ്ങനെ കഴിയുകയാണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് പോയിക്കോളല്ലോ. അതൊന്നും നോ പ്രോബ്ലം, ഒന്നും പ്രശ്നമില്ല. എന്തൊക്കെ തന്നെയായാലും പ്രാർത്ഥിക്കണം കേട്ടോ, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ വാഫി ഉസ്താദ് ഉമ്മയെ വിളിക്കുന്നു. ഉമ്മ. മോനെ, ഞാൻ പോവാണ്.
മിസ്സിരി 2 ദിവസം കൂടെ ഇവിടെ നിന്നോട്ടെ. എനിക്ക് പോകാൻ സമയമായി. അവിടെ ആൾ നാളെ സുബഹിക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാഫി ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആയുഷുമ്മാക്ക് വല്ലാത്ത സങ്കടമായി. കൊണ്ടു മോളിവിടെ നിന്നോട്ട് അതിനെന്താ മോനെ അങ്ങനെ പറയുന്നത്? അല്ല, ഞാൻ പോട്ടെ എന്തായാലും. ഇൻഷാ അല്ലാ മിസ്സിരി 2 ദിവസത്തിനുള്ളിൽ ഞാൻ കൊണ്ടുവരാൻ വരാം കേട്ടോ. അതുവരേക്കും കൂടി ഒന്ന് സംരക്ഷിക്കണം. നിങ്ങൾ ഇതുവരെ കൊടുത്ത സംരക്ഷണത്തിന് പടച്ചറബ് നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ജസാക്കല്ലാഹു ഖൈറ. ശരിക്കും വാഫി ഉസ്താദ് പോകുകയാണെന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി നമ്മുടെ ആയിഷുമ്മാക്ക്. മോനെ, മിസ്സിരി മോൾ ഇവിടെ വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല, സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആളുള്ള പോലെയാണ് മോനെ. അതല്ല, എന്തിനാ 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നത്? അത് ഞാൻ ഷാമോനോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇൻഷാ അല്ലാ പ്രത്യേക ഹൈറാൻ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. അങ്ങനെ അത് വാഫി ഉസ്താദ് പോകുന്നു. വാഫി ഉസ്താദ് പോകുകയാണ്. മോളെ, ഇക്കക്ക് പോട്ടോ. അതെ, മിസ്രിയെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി അതാ അവൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ മിസ്രിയ അല്പം കരഞ്ഞു. എന്നാൽ ഐഷുമ്മയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. റബ്ബേ, ഒരു ആങ്ങളെയും പങ്ങളേ ഉള്ളൂ, വേറെ ആരുമില്ലല്ല അവരുടെ ജീവിതത്തിലേക്ക്, അവർ മാത്രം. പഠിച്ചോനെ, ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. മോനെ, ഒന്നും പേടിക്കണ്ട. മിസ്രീൻ്റെ കാര്യത്തിൽ ഓളും എടുത്ത കുട്ടിയാണ് കേട്ടോ. ഞാൻ പ്രസവിച്ച് എൻ്റെ ഷാമോൻ്റെ ഇളയ പെങ്ങളാണോള്. അങ്ങനെ ഞാൻ കണക്കാക്കി. എൻ്റെ കുട്ടിയാണോള്. എൻ്റെ കുട്ടിയായതുകൊണ്ട് മോനൊന്നും കൊണ്ട് വിഷമിക്കണ്ട. എൻ്റെ പൊന്നു മോളാണോള്. മോനെ, ഒന്നും പേടിക്കണ്ട കേട്ടോ. ഉമ്മ, എനിക്കറിയാം. അതെ, എൻ്റെ പെങ്ങളെ സംരക്ഷിക്കാൻ ഇവിടത്തേക്കാൾ വലിയ ശ്രേഷ്ഠമുള്ളിടം വേറെ ഇല്ല ഉമ്മ. സത്യമായിട്ടും അത് എൻ്റെ മനസ്സിൻ്റെ ഒരു ബലമാണ്, അതുറപ്പാണ്, അതിൻ്റെ ശക്തിയാണ്. ശരിക്കും അതാ അവൻ യാത്ര പറഞ്ഞ് സലാം പറഞ്ഞു പോവുകയാണ്. ഷാമോൻ റെയിൽവേ സ്റ്റേഷൻ വരെ അവനെ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ല, ഇവിടുന്ന് ബസ് ഉണ്ടാവുമല്ലോ, ഞാൻ അങ്ങനെ പോയിക്കോളാം. പിന്നെ നമ്മുടെ ഫൈസി ഉസ്താദിനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ സെമീറയും മോളും ഫൈസി ഉസ്താദും കടന്നു വരുന്നു പുത്തൻ വീട് തറവാട്ടിലേക്ക്. മാഷാ അല്ലാ, ഈ രാത്രി പഠിച്ചോനേ ഇങ്ങോട്ട് വന്നേക്കണോ, ഇങ്ങോട്ട് കയറി വരി. അല്ലേ, വാഫി ഉസ്താദ് പോവാന്ന് പറഞ്ഞപ്പോഴേ ഫൈസി ഉസ്താദ് എന്നോട് പറഞ്ഞു നമുക്ക് വേഗം പോവുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അല്ലാ, കയറിക്കോളി. മാഷാ അല്ലാ. ആ പോകാൻ വേണ്ടി ഇറങ്ങിയോ പെട്ടെന്ന്? അതാ ഫൈസി ഉസ്താദ് പറഞ്ഞു. അതെ, പോട്ടെ. സുബഹിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാ 9 മണിക്കല്ലേ ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ സമയമായി. ഇനി ഒരുപാട് ലേറ്റ് ആവണ്ട, അല്ലെങ്കിൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നങ്ങ് നേരെ വെളുപ്പിക്കേണ്ടി വരും. എന്നാൽ ഞാൻ പോട്ടെ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. പെട്ടെന്ന് ഷാമോൻ വണ്ടി എടുക്കുന്നു. വേണ്ട, ഞാൻ ബസ്സിന് പോയിക്കോളാം, കുഴപ്പമില്ല. ഇവിടുന്ന് കയറിയാൽ നേരെ റെയിൽവേ സ്റ്റേഷനിലുണ്ടല്ലോ, വെറുതെ നിങ്ങൾ റിസ്ക് എടുക്കണ്ട. എന്നാൽ ഷാമോൻ അത് സമ്മതിച്ചില്ല. എന്നാൽ ഐഷുമ്മ പറയേ, അത് പറ്റൂല, പെരിയിൽ വണ്ടി ഉണ്ടായിക്കൊണ്ട് ബസ്സിന് പോവുക എന്താന്നില്ലേ. ചെല്ലി ഉസ്താദെ, ഫൈസി ഉസ്താദ് എങ്ങളും പോയിക്കോളി. അങ്ങനെ ഏതാ ഫൈസി ഉസ്താദും നമ്മുടെ ഷാമോനും ഫി ഉസ്താദിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ മിസ്രി കരഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ കരയേണ്ട, ഇക്കാക്ക പള്ളിയിലേക്ക് പോവല്ലേ, അല്ലാതെ ജോലിക്ക് വേണ്ടി പോവല്ലേ മോളെ. എന്നാൽ 3-4 ദിവസം മോളുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, മോൾ കരയണ്ട. എന്നാൽ ഇക്കാക്ക പോകുന്നതിൻ്റെ കൂടെ തന്നെ അവൾക്ക് സങ്കടം മറ്റൊന്നുമല്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഇക്കാക്ക എന്നെ കൊണ്ടുവരാൻ വരും. അത് എനിക്ക് കോളേജിലേക്ക് അവിടെ എനിക്ക് ജോയിൻ ആവാൻ വേണ്ടിയിട്ട്, പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. എന്താ അറിയില്ല, ഇവിടെ എത്തിയപ്പോൾ ശരിക്കും കോളേജിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അങ്ങ് മാഞ്ഞു പോയ പോലെ. ഇവിടെ ആയാലും ഈ വീട്ടിൽ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് ഓൺലൈനായി പഠിപ്പിക്കുവാൻ ഒരുപാട് ആഗ്രഹിച്ചൊക്കെ പോയി. എന്താപ്പം ചെയ്യുക, അവൾക്ക് വല്ലാത്ത വിഷമായി. എന്നാൽ ഷമ്മാസും ഉസ്താദും നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് വാഫി ഉസ്താദ് ട്രെയിനിൽ അകന്നകന്ന് പോയി. എന്നാൽ ഫൈസി ഉസ്താദും ഷാമോനും പറഞ്ഞു, അവനുണ്ടാകുമ്പോഴേ നല്ലൊരു ഇതായിരുന്നല്ലേ, എന്നാലും പെങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അതും വലിയ ആശ്വാസം. തിരിച്ചു വരുമല്ലോ, മറ്റത് പോയി കഴിഞ്ഞാൽ വരില്ലായിരുന്നു. എന്നാൽ ഈ സമയം അതാ ആ പെണ്ണ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. മോളെ കരയണ്ട, എന്താ അവനിങ്ങ് എത്തൂലേ, 2 ദിവസം കഴിഞ്ഞിട്ട് വരും എന്നൊക്കെയല്ലേ പറഞ്ഞത്. പിന്നെ മോള് കരയണ്ട, ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ, അവന് ഞങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്, നീ എന്തിനാ കരയുന്നത്? എന്നാൽ അവളുടെ
വിഷമം ഇക്കാക്ക പോയത് മാത്രമായിരുന്നില്ല, അത് പുതിയ ഞാൻ എന്തൊക്കെയോ മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നു, അതെല്ലാം മാഞ്ഞു പോവുകയാണോ, അതെല്ലാം തൻ്റെ സ്വപ്നങ്ങളാണോ എന്നായിരുന്നു അവൾ വിചാരിച്ചത്. പഠിച്ചോനെ റബ്ബേ, മനസ്സിനുള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാ, എനിക്ക് എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും ഏതൊരു സ്കൂളിൻ്റെ പാർട്ട്ണറാണെങ്കിലും എനിക്ക് അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലാ. അവൾ അപ്പോൾ തന്നെ ഉളൂഹ് ചെയ്ത് നമസ്കരിച്ചു. പടച്ച റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്തു. എന്നാൽ പെട്ടെന്ന് മിസ്സിലേക്ക് വന്ന മാറ്റം ഐഷുമ്മയിലും നുസൈബയിലും വല്ലാതെ വിഷമം പടർത്തി. പാവല്ലേ, ആങ്ങളെ പോയിട്ടായിരിക്കും ഇത്രമാത്രം വിഷമിച്ചത്. ഏതായാലും പടച്ച തമ്പുരാനെ കാത്ത് രക്ഷിക്കട്ടെ, ഒന്നും ഇല്ലാതിരിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ നിന്നിട്ടില്ലല്ലോ. അവര് പക്ഷെ അവൾ ഹോസ്റ്റലിലൊക്കെ ആയതുകൊണ്ട് കുറേ ശീലമായിട്ടുണ്ടാവും. എന്നാലും ഇപ്പം ഇത്രമാത്രം വിഷമിക്കാനെന്നാ. എന്നാൽ പെട്ടെന്ന് അതാ അവൾ കിടക്കുന്ന റൂമിലേക്ക് ഉമ്മ മോളെ മിസ്രി വിളിച്ചു നോക്കി. അവൾ നിസ്കരിച്ച് ദുആ ചെയ്യുകയായിരുന്നു. ഉമ്മ. പെട്ടെന്ന് അവൾ അതാ പിന്നിലേക്ക് നോക്കി. ഉമ്മ, അല്ല മോൾ നിസ്കരിച്ചോ? അല്ലാ, അതെ. എന്നാൽ മിസ്രി പെട്ടെന്ന് നിസ്കാരക്കുപ്പായം മടക്കി വെച്ച് വന്നു. ഉമ്മ, അല്ല മോളെ, അയ്യോ വല്ലാത്ത വിഷമത്തിലായിട്ട് ഞങ്ങൾക്ക് വല്ലാത്ത ഇടങ്ങാറിട്ടോ. എന്നാൽ അതാ നുസൈബയുടെ കുഞ്ഞ് കരയുന്നു. എന്നാൽ മിസ്രി വേഗം പോയി ആ കുഞ്ഞിനെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബിച്ചു. കൂടെ നവാസിൻ്റെ കുഞ്ഞിനെയും. ഉമ്മ, ഈ മക്കളെ വിട്ട് എനിക്ക് ഇങ്ങോട്ടും പോകാൻ കഴിയില്ലുമ്മ. എനിക്ക് ജോലിയും കാര്യം ഒന്നും വേണ്ട. ഈ മക്കളെ നോക്കി ഞാനിവിടെ നിന്നോളാം. എനിക്ക് ഇതാണുമ്മ ഇഷ്ടം. ശരിക്കും അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട് നുസൈബയുടെ കണ്ണുകൾ എറിഞ്ഞു. മോൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു. അതെ മോനെ, പോയോ? പോയി. അപ്പോഴും ട്രെയിന് ജസ്റ്റ് മിസ് ആയിട്ടില്ല. അല്പം വൈകിയിരുന്നെങ്കിൽ ഭാഗ്യത്തിന് കഴിച്ചിലായതാണ് മോനെ. അപ്പോഴേക്കും ഞാൻ പറഞ്ഞ ലക്കതജാക്കും ചെല്ലിയിരുന്നു. അതുകൊണ്ടായിരിക്കും പടച്ച റബ്ബിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയത്. ഉമ്മ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. എന്താ മോനെ? തൽക്കാലം മിസ്രി ഒന്നും കേൾക്കണ്ട. എന്തു പറ്റി? ഞാൻ അല്പസമയം കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെ അതാ ഷമ്മാസ് ഉമ്മയുടെ ആ കാര്യങ്ങളെല്ലാം പറയുവാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ അത് കേൾക്കുമ്പോൾ ഐഷുമ്മയുടെ മനസ്സിൽ എന്തായിരിക്കും പറയുക? അതെ, ആ ഒരു വിവാഹത്തിനും ആ ഒരു ജോലിക്കും മിസ്രിയ മോള് പോകണോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.